അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പൈത്തണിൽ പുതിയൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റ് പഠിക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ക്ലാസ് എന്താ, ഒബ്ജക്റ്റ് എന്താന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കുറേ പ്രോപ്പർട്ടിയും ഫങ്ഷനാലിറ്റിയും ഒരുമിച്ച് എഴുതുന്നതാണ് നമ്മൾ ക്ലാസ് എന്നുള്ള ആ ഒരു പരിപാടി. അതായത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ഐഡിയ തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ, നമുക്ക് റിയൽ വേൾഡിലുള്ള സാധനങ്ങൾ അതേപോലെ കോഡിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കോഡ് നമുക്ക് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും, സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നമ്മൾ പ്രോപ്പർട്ടീനെയും ഫംഗ്ഷനെയും ഒരുമിച്ച് എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് വിളിക്കാറുണ്ട്. അതായത് കുറേ വാരിയബിളിനെയും ഫംഗ്ഷനെയും ഒറ്റ യൂണിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് വിളിക്കുക. ഇത് പേരാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഹെറിറ്റൻസ് പറഞ്ഞു. അതായത് ഒരു ക്ലാസ്സിൽ നിന്ന് വേറൊരു ക്ലാസ് കുറേ കോഡ്, അതായത് കുറേ പ്രോപ്പർട്ടിയും ഫംഗ്ഷനും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നതിന് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് വിളിച്ചു. അപ്പോൾ ഇൻഹെറിറ്റൻസ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതാണ് എങ്ങനെ ചെയ്യാന്നുള്ളത്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വെഹിക്കിൾ എന്നുള്ള ക്ലാസ് ഉണ്ടാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അത് ഞാൻ കൺസ്ട്രക്ടർ കൊടുക്കുകയാണ്. ഓക്കെ, സെൽഫ് ഞാനൊരു മേക്ക് എന്നുള്ളൊരു പ്രോപ്പർട്ടി, വെഹിക്കിളിന്റെ കമ്പനിയാണ് കേട്ടോ മേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെൽഫ് ഡോട്ട് മേക്ക് ഈക്വൽ ടു മേക്ക് കൊടുക്കാം. ഓക്കെ, ഇനി വേറൊരു ഫംഗ്ഷൻ വേണമെങ്കിൽ കൊടുക്കുക, ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ പ്രിന്റ് ഡ്രൈവിംഗ് നോക്കാം. അപ്പോൾ ഇതൊരു ക്ലാസ് ആണ്, വെഹിക്കിൾ എന്നുള്ളൊരു ക്ലാസ് ആണ്. ഇതിൽ മേക്ക് എന്നുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഡ്രൈവ് എന്നുള്ളൊരു ഫംഗ്ഷൻ. ഇനി എത്രയോ ഫംഗ്ഷൻസും എത്രയോ പ്രോപ്പർട്ടിയും നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഈ ഒരു കോഡ്, അതായത് മേക്കിൻ്റെതും അതേപോലെ തന്നെ ഡ്രൈവിന് വേറെ എന്തെങ്കിലും ഉണ്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ ക്ലാസ്സിൽ അതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് ഞാനിപ്പോൾ ഇവിടെ കാറ് മറ്റ് വേറൊരു ക്ലാസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാക്കുന്ന സമയത്ത് കാറ് കഴിഞ്ഞിട്ട് നമ്മൾ വെഹിക്കിളിന് കൊടുത്ത് കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ കാറ് എന്ന് പറയുന്നത് വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാനാണ് നമ്മൾ വിളിച്ചത്. അതായത് ഈ ഒരു ക്ലാസ്സിന്റെ വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിന്റെ ചൈൽഡ് ക്ലാസ് ആണ് കാർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ കാറിന്റെ പാരന്റ് ആണ് വെഹിക്കിൾ എന്നൊക്കെ നമ്മൾ പറയും. അതായത് ഒന്നുമില്ല, ഈ വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് കുറച്ച് പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ കുറച്ച് ഫങ്ഷൻസും കാറിലേക്കും കിട്ടും. അതായത് നമ്മൾ കാറിനകത്ത് കൺസ്ട്രക്ടർ എഴുതുന്ന സമയത്ത് നമ്മൾ സെൽഫ് ഇപ്പം മേക്ക് കാറിനൊരു കളറും കൂടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, കളർ എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ മേക്കിനെ സെറ്റ് ചെയ്യാനുള്ള കോഡ് നമ്മൾ ഇതിന് അകത്ത് എഴുതേണ്ട ആവശ്യം നമുക്ക് എന്ത് ചെയ്യാം, സൂപ്പർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മേലത്തെ ക്ലാസ്സിന് കിട്ടും, അതായത് വെഹിക്കിളിന് കിട്ടും. അതിന്റെ കൺസ്ട്രക്ടറിന് നമുക്ക് വിളിക്കാൻ പറ്റും. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, പാസ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ആയിട്ടുള്ള പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു സുഖം എന്താ വെച്ചാൽ ഈ ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷന് നമ്മൾ വെഹിക്കിളിനകത്ത് കൊടുത്തോണ്ട് തന്നെ നമുക്കത് കാറിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടും. അതായത് ഞാനിപ്പോൾ ഇവിടെ കാറിന് ഉണ്ടാക്കാണെന്ന് വിചാരിച്ചു. അപ്പം ഇത് കാർ എന്ന് പറയുന്ന ക്ലാസ് ആണ്, ജസ്റ്റ് ഒരു ഐഡിയ ആണ്, ഇതൊരു ആക്ച്വൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം ആയിട്ടില്ല. ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ വിളിച്ച് ഉണ്ടാക്കണം. ഉണ്ടാക്കുമ്പോൾ മെയ്ക്കും കളറും നമ്മൾ കൊടുക്കണം. അതായത് നമ്മൾ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് മെയ്ക്കും കളറും ഇൻപുട്ട് ആയിട്ട് വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ മെയ്ക്ക് ഞാൻ ടൊയോട്ട കൊടുക്കുകയാണ്, കളർ ഞാൻ റെഡ് കൊടുക്കണം, ഒരു കാറിന് ഉണ്ടാക്കി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, കാർ ഡോട്ട് ഡ്രൈവ് എന്ന് വിളിക്കാം. എന്നിട്ട് ഒന്ന് കോഡ് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, വെഹിക്കിൾ ഈസ് ഡ്രൈവിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കാർ എന്നുള്ള ക്ലാസ്സിനകത്ത് എവിടെയും ഈ ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ എന്നിട്ടും വരുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ വെഹിക്കിൾ എന്നുള്ള ക്ലാസ്സിൽ നിന്ന് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എന്തായി ഫ്രീ ആയിട്ട് കിട്ടി. അതാണ് ഇൻഹെറിറ്റൻസിന്റെ സുഖം. ഇനി ഫ്രീ ആയിട്ട് കിട്ടിയ സമയത്ത് നമുക്ക് അതന്നെ ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യുവാണെങ്കിൽ ഈ ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് ഇതിവിടെ വീണ്ടും കൊടുക്കാം. അതായത് നമ്മൾ ഇതിനൊന്ന് മാറ്റി കൊടുക്കണം. അതായത് വെഹിക്കിൾ ഈസ് ഡ്രൈവിങ്ങിന് പകരം നമ്മൾ കാർ ഈസ് ഡ്രൈവിംഗ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാർ ഈസ് ഡ്രൈവിംഗ് എന്ന് കാണിക്കും. എന്താ, കാർ ഡോട്ട് ഡ്രൈവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ കാർ എന്നുള്ള ക്ലാസ്സിനകത്ത് ആ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. ഇനി അതില്ലെങ്കിൽ അതിന്റെ മേലോട്ടുള്ള ക്ലാസ്, അതായത് അത് ഇൻഹെറിറ്റ് ചെയ്ത് വന്ന അതിന്റെ പാരന്റ് വെഹിക്കിൾ ആണല്ലോ, ഈ വെഹിക്കിളിനകത്ത് ഡ്രൈവ് ഉണ്ടോ നോക്കും, ആ ഡ്രൈവ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു വെഹിക്കിൾ ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ ബോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ കാറ് പോലെ തന്നെ ഞാൻ എന്താണ് ബോട്ട് ഉണ്ടാക്കാൻ. അപ്പം കാറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ബോട്ട് എന്ന് കൊടുക്കാം. മേക്കും കളറും തന്നെ അവിടെയും കിടക്കട്ടെ. ഡ്രൈവിന് ഇവിടെ നമ്മൾ കാർ ഈസ് ഡ്രൈവിങ്ങിന് പകരം നമുക്ക് എന്താ കൊടുക്കേണ്ടത്, ബോട്ട് ഈസ് സെയിലിംഗ് എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മളെ കാറുണ്ട്, ബോട്ട് ഉണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ എയർപ്ലെയിൻ ഉണ്ട്, എയർപ്ലെയിൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ആണ്. എന്നിട്ട് എയർപ്ലെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് കൊടുക്കാം, അതാ കുറച്ചും കൂടെ നല്ല നെയിം ഫ്ലൈറ്റ്. ഓക്കെ, എന്നിട്ട് മേക്കും കളറും എടുക്കട്ടെ. എന്നിട്ട് ഫ്ലൈറ്റ് ഈസ് ഫ്ലൈയിങ് എന്നല്ലേ നമ്മൾ പറയാം. ഫ്ലൈറ്റ് അങ്ങനെയാണെങ്കിൽ കാറുണ്ട്, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ബോട്ട്. ഇപ്പം ഞാൻ യമഹ കൊടുക്കാണ്, ബ്ലൂ കൊടുക്കാം. ഓക്കെ, ബോട്ടായി. ഇനി അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലൈറ്റിനെയും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ ഫ്ലൈറ്റിന് ഉണ്ടാക്കാണ്. ഫ്ലൈറ്റ് ഈക്വൽ ടു ഞാൻ എയർബസ് കൊടുക്കാണ്, ഞാൻ വൈറ്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് കാർ ഡോട്ട് ഡ്രൈവ് വിളിക്കാം. അതേപോലെ തന്നെ ബോട്ടിനകത്ത് എന്തുണ്ട്, ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലൈറ്റിനകത്തും ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റൺ ചെയ്ത് നോക്കാണേ. അപ്പൊ കാറാണെങ്കിൽ കാർ ഈസ് ഡ്രൈവിംഗ്, ബോട്ടാണെങ്കിൽ ബോട്ട് ഈസ് സെയിലിംഗ്, ഫ്ലൈറ്റ് ആണെങ്കിൽ ഫ്ലൈറ്റ് ഈസ് ഫ്ലൈയിങ്. എന്താ സംഭവിച്ചൊന്നുമില്ല. നമ്മളൊരു ഫംഗ്ഷനെ വിളിക്കുന്ന സമയത്ത്
ആ ഫംഗ്ഷന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫ്ലൈറ്റിന്റെ കേസിൽ നമ്മൾ ഫ്ലൈറ്റിന് ഉണ്ടാക്കി എന്നിട്ട് ഫ്ലൈറ്റ് ഡോട്ട് ഡ്രൈവ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഫ്ലൈറ്റിനകത്ത് ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, അത് വർക്ക് ചെയ്യും. അല്ലെങ്കിൽ അതിന്റെ പാരന്റ് ക്ലാസ് ആയ വെഹിക്കിളിനകത്ത് ഉണ്ടെങ്കിൽ അതാണ് വർക്ക് ചെയ്യുക. ഇവിടുത്തെ കേസിൽ ഫ്ലൈറ്റിനകത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ ഉള്ള ആ ഒരു ഫംഗ്ഷനാലിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റി പുതിയൊരു ഫംഗ്ഷനാലിറ്റി കൊടുക്കുകയാണ്. അതായത് നമ്മളിവിടെ ഈ ഫംഗ്ഷന് ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷന് പുതിയൊരു മീനിങ് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഓവർ റൈഡിങ് എന്നാണ് സാധാരണ വിളിക്കുക. അതായത് പാരന്റ് ക്ലാസ്സിൽ, അതായത് വെഹിക്കിളിൽ ഓൾറെഡി ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ഡ്രൈവ്. പക്ഷെ ആ ഡ്രൈവ് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് തരുന്ന രൂപത്തിൽ വേണ്ട, നമുക്ക് കുറച്ച് ചേഞ്ച് വരുത്തണം. അപ്പോൾ ചേഞ്ച് വരുത്താനായിട്ട് നമ്മൾ അതിന് പുതിയ മീനിങ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, ഈ ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷനെ നമ്മൾ ഓവർ റൈഡ് ചെയ്യാണ്, വീണ്ടും അതിനൊരു മീനിങ് കൊടുക്കുക ചെയ്തത്. ഓക്കെ, അപ്പം ഇത് നമ്മൾ മെത്തേഡ് ഓവർ റൈഡിംഗ് എന്നാണ് സാധാരണ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ പറയാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കാറിന് ഡ്രൈവ് വിളിച്ചു കഴിഞ്ഞാൽ കാർ ഈസ് ഡ്രൈവിംഗ് എന്നാണ് വരുന്നത്, ബോട്ടിന് ഡ്രൈവ് വിളിച്ചെങ്കിൽ ബോട്ട് ഈസ് സെയിലിംഗ് എന്നാണ് വരുന്നത്, ഫ്ലൈറ്റിനാണെങ്കിൽ ഫ്ലൈറ്റ് ഈസ് ഫ്ലൈയിങ് എന്നാണ് വരുന്നത്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ അതിൻ്റെതായിട്ടുള്ള മീനിങ് കൊടുക്കുകയാണ് ചെയ്തത്. ബോട്ടിലാണെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞു, കാറിലാണെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞു, ഫ്ലൈറ്റിലാണെങ്കിൽ എന്താ വേണ്ടതെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യാണ്, വെഹിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പെട്ടി ഉണ്ടാക്കുകയാണ്. ഓക്കെ, അതായത് നമ്മളെ അറേ എന്ന് വിളിക്കുന്ന സാധനം അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് വിളിക്കുന്ന സാധനം. അതിൽ കാറുണ്ട്, ബോട്ടുണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം 3 ആൾക്കാരുണ്ട്. അപ്പം എനിക്ക് ഇതിലൂടെ ലൂപ്പ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഫോർ വെഹിക്കിൾ ഇൻ വെഹിക്കിൾസ്, ഞാനിവിടെ നിങ്ങൾക്ക് കാണാം ലിസ്റ്റിന് പേര് കൊടുക്കുമ്പോൾ പ്ലൂറൽ നെയിം ആണ് കൊടുത്തത്, ലൂപ്പിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ സിംഗുലർ ഒക്കെ കൊടുക്കുന്നത്. അത് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു കൺവെൻഷൻ ആണ്. അങ്ങനെ ഫോളോ ചെയ്താൽ നിങ്ങളെ കോഡ് ഭയങ്കര സ്റ്റാൻഡേർഡ് ആവട്ടോ. അങ്ങനെ ചെയ്യാണ്. എന്നിട്ട് നമ്മളിവിടെ വെഹിക്കിൾ ഡോട്ട് ഡ്രൈവ് എന്ന് വിളിക്കുകയാണേ. എന്നിട്ട് ഞാൻ ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാണ്. ഇപ്പം കണ്ടോ, എന്നിട്ടും കാർ ഈസ് ഡ്രൈവിംഗ്, ബോട്ട് ഈസ് സെയിലിംഗ്, ഫ്ലൈറ്റ് ഈസ് ഫ്ലൈയിങ് വരുന്നുണ്ട്. അതായത് വെഹിക്കിൾസ് വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കാറാ കിട്ടും, അപ്പോൾ കാർ ഡോട്ട് ഡ്രൈവ് വിളിക്കാം. പിന്നെ നമുക്ക് ബോട്ടാ കിട്ടുക, ചാടി പോവല്ലേ ചെയ്യുന്നത്. അപ്പം അടുത്ത ബോട്ടാ കിട്ടുക, ബോട്ട് ഡോട്ട് ഡ്രൈവ് ആവും. പിന്നെ ഫ്ലൈറ്റാ കിട്ടുക, ഫ്ലൈറ്റ് ഡോട്ട് ഡ്രൈവ് ആവും. അപ്പം ബേസിക്കലി എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഏത് ടൈപ്പ് വെഹിക്കിൾ ആയിക്കോട്ടെ എല്ലാത്തിലും ഡ്രൈവ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലെന്താണോ ഡ്രൈവിന്റെ മീനിങ് അതാണ് വരുന്നത്. അതായത് കാറിലാണെങ്കിൽ കാർ ഈസ് ഡ്രൈവിംഗ്, ബോട്ടിലാണെങ്കിൽ ബോട്ട് ഈസ് സെയിലിംഗ്, ഫ്ലൈറ്റിലാണെങ്കിൽ ഫ്ലൈറ്റ് ഈസ് ഫ്ലൈയിങ്. അപ്പം ഇവിടെ എല്ലായിടത്തും ഫംഗ്ഷന്റെ പേര് സെയിം തന്നെയാണ്. അതിൽ ആളനുസരിച്ചിട്ട് കാറാകുമ്പോൾ, ബോട്ടാകുമ്പോൾ, ഫ്ലൈറ്റ് ആകുമ്പോൾ അതിന്റെ ഫംഗ്ഷനാലിറ്റി മാറുന്നുണ്ട്. ഈ ഒരു സാധനത്തിന് നമ്മൾ പോളിമോർഫിസം എന്നാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ പറയാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, നമ്മൾ എൻകാപ്സുലേഷൻ എന്നുള്ളൊരു ടേം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ മെത്തഡ് ഓവർ റൈഡിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ പോളിമോർഫിസം പഠിച്ചു. ഇതൊക്കെ തിയററ്റിക്കൽ കൺസെപ്റ്റ് ആണ്. പ്രാക്ടിക്കലി നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇത് കാണുന്നതാണ്. ഇപ്പോൾ ഡ്രൈവ് മാത്രം, നമ്മളിപ്പോൾ പ്രിന്റ് എന്നുള്ള ഫംഗ്ഷൻ ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ പ്രിന്റിൽ നമുക്ക് നമ്പർ കൊടുക്കാം, കുഴപ്പമില്ല, പ്രിന്റ് ആവും. പിന്നെ എന്ത് കൊടുക്കുക, സ്ട്രിങ് കൊടുക്കുക, അതും കുഴപ്പമില്ല, പ്രിന്റ് ആവും. നമുക്ക് വേണമെങ്കിൽ എന്താ കൊടുക്കുക, ഡിക്ഷണറി കൊടുക്കുക, എന്തും കൊടുക്കുക പ്രിന്റിനകത്ത്. അപ്പോൾ നമ്മൾ ഇതുവരെ കുറച്ച് കൺസെപ്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഒരു ഇൻട്രൊഡക്ഷൻ തരാന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. കുറേ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്ന റിയൽ ലൈഫിൽ കാണുന്ന സാധനങ്ങൾ സ്വന്തമായിട്ട് കോഡിൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ ഇൻഹെറിറ്റൻസും നിങ്ങൾ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നമ്മൾ വെഹിക്കിളിൻ്റെ കേസ് പറഞ്ഞില്ലേ, അതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം. നമുക്കിനി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈത്തൻ്റെ കോഴ്സുമായിട്ട് കാണാം കേട്ടോ.